الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് ഇസ്ലാഹിയത്ത് സലഫിയത്തല്ല എന്ന കാര്യം ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കുകയുണ്ടായി. അന്ന് പൂർത്തീകരിക്കാൻ കഴിയാത്ത കുറച്ചു കാര്യങ്ങൾ ഇവിടെ വെച്ച് ഇന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വിഷയകമായി പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അതിന്റെ തുടർച്ചയാണ് ഈ ദർസ് എന്നതിനാൽ സ്വാഭാവികമായും മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ആ കാര്യങ്ങൾ എന്ത് എന്നത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു. മസാദിറു തലഖി ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തിന്റെ അടുക്കൽ ദീനും ഇൽമും സ്വീകരിക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്? അതിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ന് ഇൽമും ദീനും സ്വീകരിക്കുന്ന സോഴ്സുകൾ അതല്ലാത്ത മറ്റുള്ളതുണ്ടോ എന്നത് അവിടെ ഒരു ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യയോഗ്യമായിട്ടുള്ള മസ്ദർ വഹ്യ് മാത്രമാണ്. വഹ്യിന് രണ്ട് രൂപമുണ്ട്. ഒന്ന് കിതാബുല്ലാഹ്, രണ്ടാമത്തേത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ ഗ്രഹിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും പ്രയോഗവൽക്കരിക്കുന്നതിനും പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബാക്കൾ എങ്ങനെയാണോ ഈ നുസൂസുകൾ ഗ്രഹിച്ചത്, എങ്ങനെയാണോ അവരത് പ്രയോഗവൽക്കരിച്ചത്, എങ്ങനെയാണോ അവരത് പിൻതലമുറക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുള്ളത് എന്നത് വളരെ പ്രസക്തമാണ്. ഈ കാര്യത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ സലഫ് സ്വാലിഹീങ്ങളുടെ ഫഹ്മനുസരിച്ച് മാത്രമേ സ്വീകരിക്കാവൂ. ഇതാണ് മതത്തിന്റെ സോഴ്സ് എന്ന കാര്യം
അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതും തർക്കമറ്റതുമായ ഒരു അസുലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ലോകത്തെവിടെയുമുള്ള ഇസ്ലാഹിയ്യത്ത്, വിശിഷ്യ നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം ഈ സോഴ്സുകൾക്ക് പുറത്തുള്ള മറ്റ് ചില സ്രോതസ്സുകളിൽ നിന്ന് കൂടി അറിവും ദീനും സ്വീകരിക്കുന്നുണ്ട് എന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ തോന്നുന്നൊരു സംശയം ഉണ്ടാകും ചില ആളുകൾക്ക്. ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനവും പറയുന്നത് ഖുർആനും സുന്നത്തും എന്ന് മാത്രമാണല്ലോ. ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ സംഘടനാരൂപം ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതും ഖുർആനും സുന്നത്തും എന്ന് മാത്രമാണല്ലോ, അല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ചില പ്രസ്ഥാനങ്ങൾ വഴിതെറ്റാറുണ്ട്. ചിലപ്പോൾ അത് വഴിതെറ്റിയത് അറിയാതെ തെറ്റിപ്പോകുന്നുണ്ട്, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റാറുണ്ട്. ഇവിടെ ഏത് രൂപത്തിലാണെങ്കിലും ശരി, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്ന് സാമാന്യമായി ഒരിടത്ത് പറഞ്ഞു പോവുകയും ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ അത് സംബന്ധമായുള്ള മറ്റ് കാര്യങ്ങളും വരുമ്പോൾ ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പുറത്തുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, അറിയാതെയാണെങ്കിലും ശരി, അത് പറ്റും എന്ന വാദത്തോടു കൂടിയാണെങ്കിലും ശരി, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലംഘനമാണെങ്കിലും ശരി, ഫലത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളതൊക്കെ സാങ്കേതികമാണ്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവരവരുടെ സ്റ്റാൻഡ് പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാൻ ആവശ്യമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് ദീൻ എന്ന അർത്ഥത്തിൽ, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ എന്ന അർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ചു കൊടുക്കുന്നത് ഏതിൽ നിന്നെടുത്തുകൊണ്ടാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്? എന്റെ പ്രശ്നം അതാണ്. ഭരണഘടനയിൽ എന്തെഴുതി വച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിൽ അത് ഉൾപ്പെടുന്നുവോ, ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചുള്ള. എനിക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. മറിച്ച് ഈ കാര്യം പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ ദീനാണ്, ഇതുമായി നാളെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ, രേഖാമൂലം എഴുതി പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളിൽ, മിമ്പറുകളിൽ വെച്ചും മിമ്പറുകൾക്ക് താഴെ വെച്ചും നടത്തുന്ന ദർസുകളിലും ക്ലാസുകളിലും അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും അത് തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ സ്വഹാബത്തിന്റെ ഫഹ്മും അവലംബിക്കുന്നുണ്ടോ? അഹ്ലൻ വസഹ്ല, അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതാണ് വേണ്ടത്. അതല്ലാത്തത് കേൾക്കുന്നുണ്ട്, എഴുതിയടത്തത് വായിക്കാൻ പറ്റുന്നുണ്ട്, പ്രസംഗങ്ങളിലും ദർസുകളിലും ജുമയുടെ ഹുതുബകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്, അത് തെറ്റാണ് എന്ന് വളച്ചുകെട്ടില്ലാതെ അത് തന്നെയും തികഞ്ഞ നസീഹത്തോടുകൂടി ഉണർത്തുന്നു. ആരെയും വെറുപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ പ്രകോപിപ്പിക്കുവാനോ വേണ്ടിയല്ല ഈ കാര്യം പറയുന്നത്. മറ്റുള്ള സാങ്കേതികമായ ഊരാകുടുക്കുകളിൽ ആരെങ്കിലും രക്ഷപ്പെടാനോ ആരെങ്കിലും കുടുങ്ങാനോ അതും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ വലകളൊക്കെ അവർ തീർത്തുകൊള്ളാം. എനിക്കിത്രയാണ്. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അള്ളാഹുവിന്റെ ദീനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇതും കേൾക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറിൽ വെച്ചുകൊണ്ടും മിമ്പർക്ക് താഴെ വെച്ചുകൊണ്ടും അങ്ങാടിയിൽ വെച്ചുകൊണ്ടും എഴുതി പ്രസിദ്ധീകരിക്കുന്നതിലുമൊക്കെ ഗീതയും അതുപോലെ തന്നെ മറ്റ് പുരാണങ്ങളും അതുപോലെ തന്നെ ബൈബിൾ പോലെയുള്ള വേദങ്ങളും അതുപോലെ ആധുനിക ശാസ്ത്രവും ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ദീൻ വിശദീകരിക്കുന്നിടത്ത് അതിന്റെ കാര്യമില്ല. സ്വാഭാവികമായും ഒരൊറ്റ ഒരു കാര്യം കൂടി, അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതിന്റെ തെളിവുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്റെ ശ്രദ്ധയിൽ ഉണർത്തിയ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട്.
പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ലഈഫായ ഹദീസ് ഉദ്ധരിക്കുന്നു, നിങ്ങൾ ലഈഫായ ഹദീസ് ഉദ്ധരിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ഒരാളല്ല ഒന്നിലധികം ആളുകൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ അടുക്കൽ അബദ്ധം പറ്റാം, ഞാനൊരു മനുഷ്യനാണ്, ഉസ്ഈബു വ ഉഖ്തി, എന്റെ അടുക്കൽ ശരിയായ സുബദ്ധങ്ങൾ വരുന്നത് പോലെ അബദ്ധവും വരാവുന്ന ആളാണ്, നിങ്ങളത് പറഞ്ഞു തരി, ഞാനത് സ്വീകരിക്കാം. അപ്പൊ പറഞ്ഞു തന്നത് അൽ ഇൽമു സലാസത്തു, ഇൽമ് എന്ന് പറയുന്നത് 3 കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ്, ആയത്തുൻ മുഹ്കമ ഔ സുന്നത്തുൻ ഖായിമ ഔ ഫരീളത്തുൻ ആദില, ഇതല്ലാത്ത കാര്യങ്ങൾ ഫളലാണ് എന്നുദ്ധരിച്ച ഹദീസ് ലഈഫാണ്. ഈ കാര്യം സുബ്ഹാനല്ലാഹ് എത്ര സ്ഥലങ്ങളിലാണ് ഞാൻ ആവർത്തിച്ച് വിശദീകരിച്ചത് എന്ന് എനിക്ക് തന്നെ ഓർമ്മല്ല. ഞാൻ ആ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരിക്കലും അതൊന്ന് ചിന്തിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവർത്തിക്കുന്ന കൂട്ടത്തിൽ ചിലരത് ദുരുദ്ദേശപൂർവ്വം ഞാൻ ഉദ്ധരിക്കുന്നതൊക്കെ ലഈഫാണ് എന്ന് ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറെ ആളുകൾക്കെങ്കിലും സംശയം തോന്നുമല്ലോ, ആ ലക്ഷ്യത്തിന് വേണ്ടി പറയുന്ന ആളുകൾ ഉണ്ടാകും. അവരെ ഞാൻ അവരെ പാട്ടിന് വിട്ടേക്കുന്നു. അസല്ലാഹു അൻ യഹ്ദിയഹും വയറുദ്ദഹും മിനൽ ഇസ്ലാം റദ്ദൻ ജമീല. എന്നാൽ മറ്റൊരു വിഭാഗം അത് കേട്ടിട്ട് ശരി തന്നെയാണ്, സുബൈർ ഉദ്ധരിക്കുന്നതിൽ ലഈഫായ ഹദീസ് ഉണ്ട് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഈ റിവായത്ത് ഹദീസ് നമ്മൾ തെളിവിന് വേണ്ടി ഉന്നയിക്കുമ്പോൾ 2 രൂപത്തിൽ ഉന്നയിക്കാറുണ്ട്. ഒന്ന് ഇഹ്തിജാജിനു വേണ്ടി ഉദ്ധരിക്കുന്നത്, മറ്റൊന്ന് ഇസ്തിഷ്ഹാദിനു വേണ്ടി ഉദ്ധരിക്കുന്നത്. ആ 2 കാര്യവും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഇന്നോളം ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് വാചികമാകട്ടെ, ലിഖിത രൂപത്തിലാകട്ടെ, ഗ്രന്ഥരൂപത്തിൽ എഴുതിയതിലും അതല്ലാത്ത നിലയ്ക്ക് അവർ അനുവാചകർക്ക് വാചികമായി പറഞ്ഞു കൊടുക്കുന്നതിലും ഹദീസുകൾ ഉദ്ധരിക്കുന്നത് 2 കാര്യത്തിനു വേണ്ടിയാണ്. ഒന്ന് ഇഹ്തിജാജിനു വേണ്ടി, മറ്റൊന്ന് ഇസ്തിഷ്ഹാദിനു വേണ്ടി. ഒരു സുഹൃത്ത് പറഞ്ഞു പോലും, അത് സഹീഹാണ് എന്ന് തെളിയിച്ചെന്നാൽ ഞാൻ നിങ്ങളെ കൂടെ പോരാ, എന്റെ കൂടെ ആരും വരണ്ടേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലേക്ക് എന്നെ കൂട്ടട്ടെ എന്ന് മാത്രം എന്റെ ദുആ ഉള്ളൂ. എന്നെ കണ്ടിട്ട് കൂട്ടരെ നിങ്ങൾ ആരും ഇതിലേക്ക് വരരുത്, അള്ളാന്റെ ദീനിലേക്ക് വരരുത്. കാരണം ഞാൻ വളരെ വീഴ്ചകളുള്ള ദുർബലനായ ഒരു ഫഖീറായ അള്ളാന്റെ അബ്ദാണ്. എന്നിട്ട് എന്നെ നോക്കി നിങ്ങൾ വന്നിട്ട് എന്റെ വീഴ്ചകൾ കണ്ടിട്ട് അള്ളാന്റെ ദീനിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്, എന്റെ കൂടെ ആരും വരണ്ട. കാരണം ഒരിക്കലും നിങ്ങളുടെ ഒരു പാപഭാരം ഏറ്റെടുക്കാൻ കഴിവുള്ളവനല്ല ഞാൻ. നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ലതാണ്. അള്ളാഹുവിന്റെ ദീൻ ഞാൻ മനസ്സിലാക്കിയത് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. തെറ്റിയാൽ ന്യായമായ നിലക്ക് നിങ്ങളത് ചൂണ്ടിക്കാണിച്ചാൽ ആ നിമിഷം ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങും. വലൗ കുന്തു ഹയ്യൻ വബഅദ മൗതി, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചാലും അതിന് റെഡിയാണ്. അല്ലാതെ എന്റെ കൂടെ വരുന്ന വിഷയം അതിലില്ല. അതുകൊണ്ട് ആ ഓഫറുകളൊന്നും, അതൊക്കെ ഹിസ്ബി ലെവലിൽ ചില ആളുകൾ പറഞ്ഞു ശീലിച്ച വാക്കുകളാണ്. കക്ഷികൾ ഉണ്ടാവുമ്പോൾ കക്ഷിത്വത്തിന് വേണ്ടി ചിലർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്തരം ഓഫറുകളുടെ ആ ഓഫർ നൽകുന്നതിൽ നിന്നും വാങ്ങുന്നതിൽ നിന്നും ആ വൃത്തത്തിൽ നിന്ന് ഞാൻ പുറത്തെന്നോ കടന്നു പോയിട്ടുണ്ട്. വലില്ലാഹിൽ ഹംദു വശുക്ർ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ഹദീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഹദീസ് ഇസ്തിഷ്ഹാദിന് വേണ്ടിയാണ് ഞാൻ ഉദ്ധരിച്ചത് എന്ന്. എന്താണ് ഇഹ്തിജാജ്, എന്താണ് ഇസ്തിഷ്ഹാദ്? ഇത് ലഈഫാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയ മുഹദ്ദിസ് എന്ന് പറഞ്ഞതിൽ നടക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അന്ന് തന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന സമയത്ത് ആ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഹദീസ് പഠിപ്പിക്കുന്ന വലിയ ആളാണ് എന്നാണ് വെപ്പ്. അയാളോട് പറഞ്ഞേക്കും, ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് ഇഹ്തിജാജിന് വേണ്ടിയല്ല ഞാൻ കൊണ്ടുവന്നത്, ഇസ്തിഷ്ഹാദിന് വേണ്ടിയാണ്. അയാൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ അന്ന് അയാൾക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, ഇനി അതല്ല ഇതിനപ്പുറമുള്ള പണ്ഡിതന്മാരാണ് എന്ന് നടിച്ചു നടക്കുന്നവരാണെങ്കിലും ശരി, അവർക്ക് ഇതിലുള്ള ഒരു ധാരണക്കുറവുണ്ട് എന്നതിനാൽ ഞാൻ പറയാം. ഇഹ്തിജാജ് എന്ന് പറഞ്ഞാൽ
ഹുജ്ജത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി, തെളിവ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന തർക്കമറ്റ പ്രമാണമാണ്. തർക്കമറ്റ പ്രമാണം കൊണ്ട് തെളിവ് സ്ഥാപിക്കുന്നതാണ് ഇഹ്തിജാജ്. അപ്പൊ ഇഹ്തിജാജിന് വേണ്ടി ഞാനൊരു തെളിവ് ഉന്നയിക്കുകയാണെങ്കിൽ ആ തെളിവ് തർക്കമറ്റ പ്രമാണമായിരിക്കണം. അതിന്റെ സ്വീകാര്യതയെക്കുറിച്ച്, അതിന്റെ സിഹത്തിനെ കുറിച്ച്, അതിന്റെ ബലാബലത്തെക്കുറിച്ച് തർക്കമുണ്ടാവരുത്, തർക്കമറ്റതാവണം. ഇഹ്തിജാജിന് ഉദ്ധരിക്കുന്നത് അങ്ങനെയായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഇഹ്തിജാജിന് വേണ്ടി ഇത്തരത്തിലുള്ള തെളിവുകൾ ഉന്നയിച്ചതിനു ശേഷം ആ കാര്യത്തിന് വീണ്ടും ഒരു സാക്ഷി പോലെ, ആ കാര്യത്തിന് ഒരു അധിക ബലം എന്നുള്ള നിലക്ക് ചെറിയ ദോഷങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുള്ള തെളിവുകൾ വേണമെങ്കിൽ ഉന്നയിക്കാം, ഉദ്ധരിക്കാം. ഇമാം മുസ്ലിം ഉദാഹരണമായിട്ട് എടുത്തു നോക്കൂ. ഇമാം മുസ്ലിമിന്റെ സഹീഹ്, ലോകത്ത് അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ 2 ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പറയും. സഹീഹുൽ ബുഖാരി വ സഹീഹു മുസ്ലിമിൻ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹുകളാണ്. ആ സഹീഹുൽ ബുഖാരി എടുത്തിട്ട് ഓരോ അധ്യായവും നിങ്ങൾ പരിശോധിക്കുക. അധ്യായത്തിന്റെ തുടക്കത്തിൽ കൊടുക്കുന്ന 1-2 ഹദീസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇഹ്തിജാജിന് പറ്റാവുന്ന തർക്കമറ്റ സിഹത്തിന്റെ കാര്യത്തിൽ ആരും ദോഷം പറയാത്ത തെളിവാ കൊടുക്കുക. ആ ഹദീസ് കഴിഞ്ഞാൽ പിന്നീട് അതേ അധ്യായത്തിൽ താഴെ കുറെ ഹദീസുകൾ കൊടുക്കും. ചിലപ്പോ 1-4, 5, 6 ഒക്കെ ഹദീസുകൾ കൊടുക്കും. ആ ഹദീസുകളുടെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ ഹദീസുകളുടെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ദോഷങ്ങളൊക്കെ അവർക്ക് പറയപ്പെട്ടിട്ടുണ്ടാകും. ആ ചെറിയ ദോഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെന്തിനു വേണ്ടിയാണ് ഇമാം മുസ്ലിം കൊണ്ടുവന്നിട്ടുള്ളത്? ഇസ്തിശ്ഹാദിന് വേണ്ടിയാണ്. മുകളിൽ ഞാൻ പറഞ്ഞ വിഷയത്തിന് തെളിവായി തർക്കമറ്റ ഹദീസ്, സിഹത്തിൽ ഒരു തർക്കവുമില്ലാത്ത ഹദീസ് ഉദ്ധരിച്ചു. അതിലേക്ക് അധിക ബലത്തിന് വേണ്ടി ഇതാ ഇസ്തിശ്ഹാദിന് വേണ്ടി മറ്റൊരു സാക്ഷി കൂടി എന്ന നിലക്ക് ബാക്കി ഹദീസുകൾ ഉദ്ധരിക്കുന്നു. ഇതാണ് അതിന്റെ നിലപാട്. ഇതാണ് ആ വിഷയത്തിലുള്ള നിലപാട്. ഇത് ഇമാം മുസ്ലിം മാത്രമല്ല, അഹ്ലുസുന്നത്തിന്റെ മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും ഉലമാക്കളും സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമാണ് ഞാൻ ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഉദ്ധരിച്ചിടത്തെല്ലാം ഞാൻ പറയാറുമുണ്ട്. ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ലിൽ ഇസ്തിശ്ഹാദ് ലാ ലിൽ ഇഹ്തിജാജ്. അത് ഇസ്തിശ്ഹാദിന് വേണ്ടിയാണ്, ഒരിക്കലും ഇഹ്തിജാജിന് വേണ്ടിയല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ഇത്രയും പച്ചക്ക് വിശദീകരിച്ചാലും ഈ ആളുകൾ അത് ചിന്തിക്കൂല. ആ നേരത്ത് വേറെന്തോ കാര്യം ആലോചിക്കും. അല്ലെങ്കിൽ ദുബൈർ പറഞ്ഞതിനെങ്ങനെ എനിക്ക് കൂട്ടങ്ങൾ മറുപടി പറയണ്ട, നിങ്ങളെ മുന്നിൽ ഞാൻ തോറ്റു തരണമെങ്കിൽ തോറ്റു തന്നതാണ്, ഞാനത് തോറ്റു തന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഇറങ്ങിപ്പോന്നത്. അല്ലാതെ എന്നെ മറുപടി അറിഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനൊരു മറുപടി കണ്ടെത്താൻ വേണ്ടി ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഇഹ്തിജാജ്, എന്താണ് ഇസ്തിശ്ഹാദ്. ഇവൻ 2 അറബി വാക്കും പറഞ്ഞാൽ പോകുക എന്നായിരിക്കും ഇപ്പത്തെ. അല്ല, ആ അറബി വാക്ക് ഞങ്ങൾക്ക് മലയാളത്തിൽ വിശദീകരിച്ചു തന്നു. ഇത് ഇസ്തിശ്ഹാദിനാണ് ഞാൻ ഉദ്ധരിച്ചത് എന്നും ഇഹ്തിജാജിനല്ല എന്നും, എന്താണ് ഇഹ്തിജാജ് എന്നും എന്താണ് ഇസ്തിശ്ഹാദ് എന്നും പറഞ്ഞു. എന്നാൽ ഇസ്തിശ്ഹാദിന് വേണ്ടി അങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇഹ്തിജാജിന് വേണ്ടി ഉദ്ധരിച്ചത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അന്ന് ഞാൻ അവിടെ കോഴിക്കോട് ഞാൻ സംസാരിക്കുമ്പോൾ 3 ആയത്തുകൾ ഇഹ്തിജാജിന് വേണ്ടി ഉദ്ധരിച്ചു. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഫഇൻ തനാസഅതും ഉലിൽ അംരി മിൻകും വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞോർത്ത് വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഈ പറഞ്ഞ അല്ലാഹ്, റസൂൽ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, ഇതാണ് നമ്മുടെ അസ്ല് എന്നും. ഹദീസിൽ നിന്ന് അതിന് ഞാൻ വേറെ തെളിവ് ഉദ്ധരിച്ചു. തറക്തു ഫീകും ഷൈഇൻ ലൻ തളില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി എന്നുള്ള കുറ്റമറ്റ ഹദീസ് ഉദ്ധരിച്ചു. പിന്നെയാണ് ഇസ്തിശ്ഹാദിന് വേണ്ടി ഇത് ഞാൻ ഉദ്ധരിച്ചത്. അത് ഉദ്ധരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് മർഫൂആയി വന്നിട്ടുള്ള റിവായത്തുകൾക്ക് ചില ദോഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇബ്നു ഉമറിൽ നിന്ന് മൗഖൂഫായി അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിവായത്തിന് ദോഷമില്ല, നന്ന ചുരുങ്ങിയത് അസറെങ്കിലുമാണ് എന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും ഇനി നാളെ പറയും. അള്ളാഹ് ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഇഹ്തിജാജും ഇസ്തിശ്ഹാദും തമ്മിൽ വേർതിരിയാത്ത ആളുകൾ അത് വേർതിരിയാൻ ആരോടാണ് എനിക്ക് ഇത്ര പറഞ്ഞുതരാൻ കഴിയുള്ളൂ.
അതിനപ്പുറം നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരിക്കലൊന്ന് പോയിട്ട് പഠിച്ചിട്ടാണ് ഇനി ഇത് വഴിപ്പാണോ അല്ലേ, അല്ലെങ്കിൽ അത് എന്തിനാണ് ഉദ്ധരിച്ചത്, ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയം ഒന്ന് മുഖ്യമായ പ്രശ്നം സംഭവിച്ചത് കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമല്ല, ഇസ്ലാഹിയത്ത് ലോകത്ത് എവിടെ കണ്ടോ അവിടെയൊക്കെ അവര് ദീൻ സ്വീകരിക്കുന്നത് വഹയിൽ നിന്ന് മാത്രമല്ല. അഹ്ലുസുന്നത്ത് വഹയിൽ നിന്ന് മാത്രം ദീൻ സ്വീകരിക്കും, അഥവാ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും. അത് തന്നെ കിതാബിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ ഗ്രഹിക്കുന്നതിനും പ്രയോഗവൽക്കരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും സലഫു സ്വാലിഹീങ്ങളുടെ സഹാബത്തിന്റെ ഫഹ്മിനെ ആധാരമാക്കേണ്ടതുണ്ട്. ഈ കാര്യം ആദ്യമായി നമ്മൾ പറഞ്ഞു വന്നു. രണ്ടാമത് അതിനുശേഷം പിന്നീട് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം അത് സഹാബത്തിന്റെ ഫഹ്മ് നിർബന്ധമാണ്. അത് ഉടനീളം ഈ വിഷയത്തിൽ ഉടനീളം ഞാൻ പറഞ്ഞു വന്നതാണ്. സഹാബത്തിന്റെ ഫഹ്മ് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ എന്താ അബദ്ധം വരിക? ഖുർആൻ മുറുകെ പിടിക്കും, എന്നിട്ട് ഖുർആൻ കൊണ്ട് തന്നെ വലാലത്തിലേക്ക് വഴികേടിലേക്ക് മനുഷ്യന്മാർ പോകുന്ന സ്ഥിതിവിശേഷവും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ റിവായത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായി. ഹലാകു ഉമ്മത്തി ഫിൽ ഖുർആൻ വഫീമാ യബ്ദൂൻ. എന്റെ ഉമ്മത്തിന്റെ നാശം കുടിക്കൊള്ളുന്നത് ഒന്ന് ഖുർആനിലാണ്, മറ്റൊന്ന് ബദുവിൽ മൃഗങ്ങളുടെ പിന്നാലെ പോകുന്നതിലാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ എന്റെ ഉമ്മത്തിന്റെ നാശം വന്നുപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖുർആൻ കൊണ്ടാണ് നാശം? ഇന്നലെ കൂടി എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, എല്ലാവരും ഇപ്പൊ നിങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ പറയണത് എന്താ വെച്ചാൽ ഖുർആൻകാരുമില്ല, എല്ലാവരും ഖുർആന് പുറത്താണ്, ഖുർആന്റെ ചുറ്റുമാണ് നിങ്ങളൊക്കെ. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായോന്ന് എനിക്കറിയില്ല. എനിക്കതാണ് പറഞ്ഞപ്പോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ നേരെ ഖുർആൻ എടുത്തിട്ട് ഖുർആന്റെ ആയത്തിന്റെ ഓതിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോകുന്നില്ല. മറിച്ച് ഖുർആന്റെ ഒരു ആയത്ത് കിട്ടിയാൽ അതിന് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനം പറഞ്ഞത്, എങ്ങനെയാണ് സഹാബത്ത് അത് മനസ്സിലാക്കിയത്, അവരമൽ ചെയ്തത്, അവരെങ്ങനെയാണ് താബിഈങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തത്, താബിഈങ്ങൾ അവരിൽ നിന്ന് എങ്ങനെയാണ് സ്വീകരിച്ചു പോകുന്നത്, ഈ കാര്യത്തിന്റെ തെറ്റാത്ത ശരിയായ വിവക്ഷ, അള്ളാഹു ഉദ്ദേശിച്ച വിവക്ഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിവക്ഷ സ്വഹാബത്ത് മനസ്സിലാക്കി അമൽ ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു പോരുകയും ചെയ്തിട്ടുള്ള വിവക്ഷ ഏത് എന്നത് പരിശോധിക്കുന്നതിന് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നു. അത് വളരെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഹലാകു ഉമ്മത്തി ഫിൽ ഖുർആൻ, എന്റെ ഉമ്മത്ത് ഖുർആൻ കൊണ്ട് നശിച്ചു. അള്ളാന്റെ കലാം ഇങ്ങോട്ട് വായിക്കുക, അള്ളാഹുവിന്റെ മുറാദിനെ ജസ്റ്റ് അത് വേണ്ട പോലെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് ആണ് തള്ളിയിട്ടിട്ട് അവനവന്റെ യുക്തിക്കും അവനവന്റെ സൗകര്യത്തിനും അനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനവും വിവക്ഷയും കൊടുക്കുക. ഇത് ഏറ്റവും വലിയ വഴികേടല്ലേ? അതാണ് വഴികേട്. ഇതാണ് വഴികേട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ദീർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഒരു വചനം, അത് കിതാബിൽ വന്നതാകട്ടെ ഹദീസിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാകട്ടെ, അത് ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കുന്നതിൽ, വിവക്ഷ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ചവരുടെ തെറ്റായ വ്യാഖ്യാനത്തിൽ ഞാൻ അകപ്പെട്ടിട്ടില്ല എന്നുറപ്പുവരുത്തേണ്ടത് എന്റെ ബാധ്യതയാണ്. എങ്ങനെയാണ് ഞാനത് ഉറപ്പുവരുത്തുക? ഞാനത് ഉറപ്പുവരുത്തേണ്ടത് ഈ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിച്ചു കൊടുത്തു, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അവരുടെ അമല് അള്ളാഹു അംഗീകരിച്ചത് സ്ഥിരീകരിച്ചു പോന്നിട്ടുള്ളതാണോ, അത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോഴേ ഖുർആൻ മുറുകെ പിടിച്ചിട്ടുണ്ടാകുള്ളൂ. അത് അത്യാവശ്യമായ സംഗതിയാണ്. അതില്ലാത്തതാണ്. വളരെ ഗണ്യതമായിട്ട് നമുക്ക് പറയാൻ പറ്റും, മുസ്ലിമീങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും, പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചത് ഈ 2 പോയിന്റുകളിൽ മാത്രമാണ്. ഒന്ന്, അഭിപ്രായ വ്യത്യാസമുള്ളത് അള്ളാഹുവിന്റെ കലാമിലേക്കും റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്കും മടക്കുക. ഈ പോയിന്റ് ഒരു കൂട്ടർ അംഗീകരിച്ചാൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ 50% തീർന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകട്ടെ അള്ളാഹുവിന്റെ കിതാബിൽ വന്നിട്ടുള്ള ആയാത്തുകളാകട്ടെ അവയുടെ മുറാദ്, അവയുടെ വിവക്ഷ തീരുമാനിക്കുന്നത് തന്നിഷ്ടമനുസരിച്ച് തീരുമാനിച്ചുകൂടാ, അത് സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് തീരുമാനിക്കണം എന്നുള്ള പോയിന്റിലേക്കും എത്തിയാൽ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസവും തീർക്കാൻ സാധിക്കും.
തീർന്ന ചരിത്രമുള്ളൂ. ആ കാര്യം വളരെ വിശദമായി തന്നെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന പ്രശ്നം. വഫാത്തായോ ഇല്ലേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമായി. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചിട്ടില്ല. മൂസ ഇബ്നു ഇമ്രാൻ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട്, അള്ളാഹുവുമായുള്ള കാണാനുള്ള കൂടിക്കാഴ്ച എന്ന അർത്ഥത്തിൽ മുലാഖാത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവരും പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന്. എന്ന മാതിരിയുള്ള വർത്താനാണ് നിങ്ങളുടേത്. മുനാഫിഖീങ്ങളാണ് അത് പ്രചരിപ്പിക്കുക. ആരെങ്കിലും ഇത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വന്ന ആളുകളുടെ കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഈ മരണ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ നിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനനുകൂലിക്കുന്ന കുറച്ചാളുകൾ അവിടെ ഉണ്ട്. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുൻഹയിൽ നിന്ന് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ജഡം കിടത്തിയിരിക്കുന്ന ആ റൂമിലേക്ക്, ആയിഷ ബീബിയുടെ റൂമിലേക്ക് കയറുന്നത്. എന്നിട്ട് ആ പുതപ്പ് നീക്കിയിട്ട് ഒരു ചുംബനം നെറ്റിയിൽ ചാർത്തിയിട്ട് പറഞ്ഞു, ബി അബി വ അൻത വ ഉമ്മി സിബ്ത ഹയ്യൻ വ സിബ്ത മയ്യിത. ഞാൻ എന്റെ മാതാപിതാക്കൾ അങ്ങക്കുള്ള തണ്ടമാണ്. താങ്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തും താങ്കൾ മരിച്ച സമയത്തും ഏറ്റവും അത്യുത്കൃഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹു താങ്കൾക്ക് വിധിച്ചിരിക്കുന്നതായ മരണം താങ്കൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കൽ ഈ ദുനിയാവിൽ താങ്കൾക്ക് മരിക്കേണ്ടി വരില്ല. ആ മരണം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പോഴോ ഈ കാര്യം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ ആളുകൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ ആശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരുമിച്ച് കൂടിയപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട മുറപ്രകാരം സ്തുതിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വമൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ഒരു കാര്യം മനസ്സിലാക്കുക, ആരാണോ മുഹമ്മദിനെ ആരാധിച്ചിരുന്നവർ എന്നാൽ അവരറിയട്ടെ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണോ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അവരറിയട്ടെ അള്ളാഹു ഹയ്യുൻ ലാ യമൂത്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനായിരിക്കും. അവൻ അമരനാണ്, മരിക്കാത്തവനാണ്. എന്നിട്ട് ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ എന്നുള്ള ആയത്തും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജിസില്ലാഹു ശാകിരീൻ. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അതുകൊണ്ട് ഓതിക്കൊടുത്തു. അപ്പൊ പ്രശ്നം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ പരിഹരിക്കാൻ അദ്ദേഹം എന്ത് സ്ട്രാറ്റജിയാണ് അവലംബിച്ചത്? കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത് കേട്ടപ്പോൾ അദ്ദേഹം ശാന്തമായി, മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചു. ആ കാര്യം ഈ അഹ്വാല് കൊണ്ട്, ആ മരണം സൃഷ്ടിച്ചിരിക്കുന്ന ആ സ്ട്രോക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ആയത്തുകൾ പെട്ടെന്ന് അത് ഓർമ്മല്ലാതെ അദ്ദേഹം അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയതാണ്. പക്ഷേ കിതാബ് പറഞ്ഞപ്പോൾ, ഹദീസ് പറഞ്ഞപ്പോൾ അതിലേക്ക് അവർ തിരിച്ചെത്താണ് ചെയ്ത്. ഇങ്ങനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കും. രണ്ടാമത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും രണ്ടു കൂട്ടരും ഒരുപോലെ മടക്കി ഭിന്നിച്ച വിഷയങ്ങളാണെങ്കിലോ ആ വിഷയങ്ങളിൽ ഭിന്നിപ്പിനുള്ള ഏകമായ പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതും സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളതും അവർ ഗ്രഹിച്ച്, അവർ വ്യാഖ്യാനിച്ച്, അവർ പ്രയോഗവൽക്കരിച്ച് അള്ളാഹു അത് തിരുത്താതെ അംഗീകാരം നൽകി പോകുന്നതുമായ ആ വ്യാഖ്യാനം, അതിലേക്ക് മടങ്ങിയാൽ പ്രശ്നം തീരും. ഇല്ലെങ്കിലോ അഭിപ്രായ വ്യത്യാസം അവിടെ തുടരും. ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഹുക്മ് അള്ളാഹുവിന് മാത്രമാണ്, അല്ല ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത്. ശരിക്കും അള്ളാഹ്ക്ക് മാത്രമേ ഹുക്കുമുള്ളൂ എന്നുള്ളത് തർക്കമില്ലാത്തൊരു വിഷയമാണ്, നസ്സുകൊണ്ടുള്ള കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആ ഹുക്കുമ് തന്നെ മനുഷ്യന്മാര് അത് ചർച്ച ചെയ്ത് നടപ്പിലാക്കിയാൽ അവരെ ഹുക്കുമ് കയ്യാളരായി, അള്ളാഹിന്റെ അധികാരത്തിൽ കയ്യടലായി എന്ന് ചില ആളുകൾ അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ആയത്ത് തെറ്റിദ്ധരിച്ചിടത്ത് നിന്നാണ് ഖവാരിജുകൾ ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ച ഇന്നും നമ്മുടെ നാട്ടിൽ പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല കാലങ്ങളിൽ അതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒരേ സംഗതി തന്നെ വിവിധ കാലങ്ങളിൽ വിവിധ രൂപങ്ങളിലായിട്ട് ഒരു പ്രത്യക്ഷീകരണം, അതിന് വേറെ വേറെ രൂപത്തിൽ അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം. അത്രയല്ലേ ഉള്ളൂ. ആ കാര്യത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു
ഹബറുൽ ഉമ്മത്തി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി വിശദീകരിച്ച പ്രകാരത്തിൽ ആ കാര്യം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് അവര് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള സഹാബത്തിന്റെ ഫഹ്മിലേക്ക് അവർ മടങ്ങി. 6000 ആളുകൾ ഉണ്ടായിരുന്നതിൽ 4000-ഓളം ആളുകൾ ആ ഫഹ്മിലേക്ക് മടങ്ങിയ ആൾക്കാര് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അവർ അഹ്ലുസുന്നത്തിന്റെ സഹാബത്തിന്റെ രീതിയിലേക്ക് തിരിച്ചെത്തി, നല്ല നിരക്കായി. എന്നാൽ ഈ സഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്ത ആളുകൾ അവര് ഇസ്ലാമിക സമൂഹത്തിനൊരു വെല്ലുവിളിയായി തുടർന്നു. അവരുടെ പിൻഗാമികളായിട്ട് ഇന്നും ഹുക്കുമിന്റെ കാര്യത്തിൽ അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നായനാര് അയ്യം അച്യുതാനന്ദം ഭരിച്ച കേരളത്തിൽ അള്ളാഹ്ക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആ നിലക്ക് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരം ദൈവത്തിന് പിടിച്ചു വാങ്ങിക്കൊടുക്കലാണ് നമ്മളെ എന്ന് പറയുന്ന കുറെ ആൾക്കാർ. എന്താ മനുഷ്യന്റെ പണി? എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് പഠിച്ചത്? എന്തിനാണ് മനുഷ്യനങ്ങോട്ട് വിട്ടത്? നമ്മളൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയത്, സ്വഹാബത്ത് മനസ്സിലാക്കി തന്നത്, റസൂലുള്ളാഹി അവരെ പഠിപ്പിച്ചു പോന്നിട്ടുള്ള കാര്യം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണെന്ന്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പക്ഷെ ഇവര് പറയുമ്പോ അങ്ങനല്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാന്നുള്ളത് സാങ്കേതികമായി പറഞ്ഞാൽ തന്നെ നമ്മളെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ, ഭൂമിയിൽ എവിടെങ്ങളിലെല്ലാം അള്ളാഹ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നുണ്ടോ ആ അധികാരം പിടിച്ചെടുത്തിട്ട് അള്ളാഹ്ക്ക് പോയി കൊടുക്കുന്ന പണിയാണ്. അള്ളാഹ്ക്ക് അധികാരം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് മനുഷ്യന്മാർക്ക്. അതാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണത്തിന്റെ സംസ്ഥാപനം എന്ന മലയാളം കൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എവിടുന്ന് വന്നു? ഈ ആയത്തിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് കൊണ്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അതിൽ അന്ന് ആദ്യം ആ തെറ്റ് സംഭവിച്ച ആളുകൾ അവരത് തിരുത്തിയല്ലോ. അവര് തിരുത്തിയത് സഹാബത്തിന്റെ ഫഹ്മനുസരിച്ചാണ്. അങ്ങനെ ഫഹ്മിലേക്ക് മടങ്ങുകയാണെങ്കിൽ തീരും. ഫഹ്മിലേക്ക് ഒന്നുകിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാത്ത പ്രശ്നമാണെങ്കിൽ അതിലേക്ക് മടക്കിയാൽ തീരും. രണ്ടാമത്തേത് ഖുർആനോ ഹദീസിന്റെയോ വിവക്ഷയെ സംബന്ധിച്ചിടത്തോളമുള്ള തർക്കമുടലെടുത്ത വിഷയമാണെങ്കിൽ ആ ആയത്തിന്റെയും ഹദീസിന്റെയും നസ്സുകളുടെ വ്യാഖ്യാനം സ്വഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടക്കിയാലും പ്രശ്നം തീരും. ഇതനുസരിച്ച് പോകണം. അതിന്റെ എല്ലാ തെളിവുകളും ഞാൻ കഴിഞ്ഞ ദർസിൽ അവിടെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യം വ്യക്തത വേണം എന്നുള്ളതാണ്. അഹ്ലുസുന്നത്തിന്റെ ഉസൂല് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു നിലപാടില്ല. സഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടക്കണം എന്നുള്ളൊരു നിലപാടില്ല. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ഏതാണ്ട് 2 വിഭാഗമായി വേർപിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതില് അങ്ങനെ സഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടക്കണം എന്ന് പറഞ്ഞ തർക്കത്തിൽ നിന്നാണ് അത് 2ആയി വേർപിരിയുന്ന ഒരു സാഹചര്യം തന്നെ നിലവിൽ വന്നത്. അത് ഒരു വിഭാഗം ആളുകൾ അത് വേണ്ടതില്ല എന്ന് പറയും, വേറെ വിഭാഗം ആളുകൾ അത് വേണം എന്ന് അവർ പറയും. പക്ഷെ എന്താണ് പ്രയോഗത്തിൽ സാങ്കേതികമായി ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിന്റെ പുറകിലോ അല്ലെങ്കിൽ ഭരണഘടനയിലോ അല്ലെങ്കിൽ വേറെള്ളിടത്തോ ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹ്യങ്ങളുടെ ഫഹ്മനുസരിച്ച് സ്വീകരിക്കാമെന്ന് എഴുതി വെച്ചതുകൊണ്ട് പ്രശ്നം തീരില്ല. കാരണം വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ ഒരിടത്ത് എഴുതി വെച്ചു, ഒരു പ്രസിദ്ധീകരണത്തിൽ നിരന്തരം എഴുതി വെച്ചു ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഫഹ്മും എഴുതി വെച്ചതുകൊണ്ട്. എന്നാൽ ജീവിതഗന്ധിയായ പ്രശ്നങ്ങളിൽ ഒരു മനുഷ്യനെ അവരെ ബാധിക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ, ആരാധനാ കാര്യങ്ങളിൽ, കർമ്മപരമായ കാര്യങ്ങളിൽ, ഇടപാടുകളിൽ, സുലൂക്കുകളിൽ, ആദാബുകളിൽ, എല്ലാ കാര്യങ്ങളിലും ഓരോ വിഷയത്തിലും മതമനുശാസിക്കുന്ന വിഷയം വരുമ്പോൾ അവിടങ്ങളിലൊക്കെ അലാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി അലാ ഫഹ്മി സലഫിന സ്വാലിഹ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവർ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. അപ്ലൈ ചെയ്യുന്നില്ല. അത് സഹാബത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. അതിപ്പോ ഒരു പറഞ്ഞുണ്ടാക്കുന്നതാണ്. ആ ആയത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ കിതാബ് കാണൂല. ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതേ ഉണ്ടാകുള്ളൂ. മറിച്ച് സഹാബത്ത് അങ്ങനെ തന്നെ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അന്ന് കുറെ ഉദാഹരണങ്ങൾ, പ്രായോഗികമായ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഒറ്റ കാര്യം പറയാം. ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅ ചുരുക്കണം. ജുമുഅന്റെ ഖുതുബ ചുരുക്കണം. നിസ്കാരം പിന്നെ പ്രസംഗം തമ്മിൽ ഏതാണ്ട് ഒരേ ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും പ്രസംഗത്തെക്കാൾ ലേശം കൂടുകയാണെങ്കിൽ നമസ്കാരമാണ് കൂടിയിരുന്നത് എന്നാണ് ഹദീസുകളിലെ ഇഷാറത്ത്. ഞാൻ അരീക്കോട്ടിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ മേത്രങ്ങാടി പള്ളിയിൽ നിന്ന് പലതവണ നമ്മളെ മറ്റേ ഇവിടെ എഴുന്നേറ്റ് ഖുതുബ ദീർഘിക്കുന്നതിനെ കുറിച്ച് ദീർഘമായി ഖുതുബ നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം എതിര് പറയാറുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും കൂടി അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഞാൻ ഇവിടെ ഈ പള്ളിയിൽ ഞാൻ കണ്ടതാണ്.
എന്ത് മറുപടി നമുക്ക് വരാണ്ടാകുക? ഖുർആനും സുന്നത്ത് സലഫുസ് സാലിഹീങ്ങളുടെ ഫഹ്മ് എന്ന് പറഞ്ഞാൽ നടന്നാൽ തീർന്നോ വിഷയം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ എന്നിട്ട് നമ്മൾ മിമ്പറിൽ കയറിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടത്തിയ മീഡിയ സ്കാനിന്റെ ആകത്തുക മുഴുവനും, അതുപോലെ തന്നെ അവനവന്റെ ബുദ്ധിയിലും യുക്തിയിലും തോന്നിയത് മുഴുവനും, ഇപ്പോഴത്തെ സയൻസും ഇപ്പോഴത്തെ അതുപോലുള്ള യുക്തിയും എന്താണോ പറയുന്നത് അത് മുഴുവനും ഈ നാട്ടുകാരെ കേൾപ്പിക്കാൻ എത്ര സമയം വേണോ അത്ര സമയം പ്രസംഗിക്കുക എന്നുള്ളതാ? അതാ ജുമ? അത് ജുമ അല്ല, അത് പ്രാസംഗികന്മാർക്ക് പ്രസംഗിക്കാനുള്ള പൂതി തീർക്കലാണ്. അതിന് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ മുന്നിലിരുത്തി പീഡിപ്പിക്കലാണ്. ഒരു കാര്യമല്ല അത് ജുമാഅയുടെ ഖുത്ബന്റെ എല്ലാ ഫളലും അതുകൊണ്ട് നഷ്ടപ്പെടും. എല്ലാ ഫളലും അതുകൊണ്ട് നഷ്ടപ്പെടും. എത്രയാണ്? 1 മണിക്കൂർ വരെ, ചില സ്ഥലങ്ങളിൽ 1 മണിക്കൂറിലധികം ദീർഘിക്കുന്ന ഖുത്ബകളുണ്ട്. 1 മണിക്കൂർ നിസ്കാരം എത്ര മിനിറ്റ് ഉണ്ടാവും? ഈ ആളുകളോട് തിരിച്ചൊന്ന് ചോദിക്കും, നിസ്കാരം എത്ര മിനിറ്റ് ഉണ്ടാവും? നിസ്കാരം മിക്കവാറും 3 മിനിറ്റ് ആവറേജാണ് ഞാൻ പറയുന്നത്. 3 മിനിറ്റ് കൊണ്ട് നിസ്കാരം. അങ്ങനെയാണെങ്കിൽ ഇവരെ ഖുത്ബ മാക്സിമം അതിന്റെ ഇരട്ടി എടുത്താൽ 6 മിനിറ്റ് ഇരട്ടിക്കുമല്ല. ഇത് നിസ്കാരം ഇല്ല സാർ, ഇത് ഞാൻ നിങ്ങളുടെ ചോദ്യോത്തരത്തിന് ഉദ്ദേശിക്കുന്നില്ല. അത് ഏറ്റവും അവസാനമാണ് നിങ്ങൾക്ക് കഴിയാതെ. അത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫഹ്മ്. അതുപോലെ തന്നെ ഞാൻ അന്ന് അവിടുന്ന് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, രാത്രി നമസ്കാരത്തിൽ തറാവീഹ് നമസ്കാരത്തിൽ അവസാനത്തിൽ വിത്റിൽ എന്ത് ചെയ്യാറുണ്ട്? ഖുനൂത്ത് ഓതാറുണ്ട് എന്നുള്ളത്. അത് സഹാബത്തിന്റെ ഇടയിൽ സ്ഥിരപ്പെട്ടതാണ് എന്നതിൽ ആർക്കാണ് തെളിവ് കിട്ടാത്തത്? എങ്കിൽ തെളിവ് കാണിക്കാൻ കാണിച്ചു തരാം. എനിക്ക് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വീകരിപ്പിക്കാനോ ഉള്ള കഴിവില്ല. തെളിവാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അമറ ഉമർ ഉബയ്യ ബിൻ കഅബ് വതമീം അദ്ദാരിയ അൻ യഖൂമ ലിന്നാസ് 11 റക്അത്തൻ എന്ന് പറയുന്ന ആ ഹദീസ് 11 റക്അത്താണ് തറാവീഹ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഓതിയ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്ന കിതാബുകളിൽ അതിന്റെ അപ്പുറവും ഇപ്പുറവും കൂടി നോക്കിയാൽ കാണും, അവര് നമസ്കരിക്കുമ്പോൾ ഉബയ്യ ബിൻ കഅബും തമീം അദ്ദാരിയയും അവർ രണ്ടുപേരും സഹാബികളാണ്. റളിയല്ലാഹു തആല അൻഹുമാ വഅർളാഹുമാ. അവരെ നിശ്ചയിച്ചത് രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമറുൽ ഫാറൂഖ്? ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വഉമറ. എന്റെ കാലശേഷം വരുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും ചര്യ നിങ്ങൾ പിന്തുടരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള ആ ഖലീഫ റാഷിദായ ഉമറാണ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ഇവരെ നിശ്ചയിച്ചിട്ടുള്ളത്. അവർ നിസ്കരിച്ചു കൊടുക്കുമ്പോഴാണ് ഖുനൂത്ത് ചെയ്യാറുണ്ടായിരുന്നത്. അതിന് ഞാൻ പലപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ള പ്രാസംഗികന്മാരോട് അതിന്റെ സംഘടനാ നേതാക്കന്മാരോട് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ സുന്നികളോട് ഖുനൂത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖുനൂത്ത് ഓതിയ മാതിരിയാവും. ഇതാണ് അതിനുള്ള മറുപടി. ഈ മറുപടി പറയുന്ന ആളുകൾ അവരോട് ഞാൻ ചോദിക്കുന്നു, ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങളുടെ ഫഹ്മും എന്ന് 1000 തവണ നമ്മൾ എഴുതി വെച്ചാൽ നമ്മൾ അതിലേക്ക് എത്തുന്നില്ല സുഹൃത്തുക്കളെ. അവിടെയാണ് നമ്മളെ വേദന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താക്കിക്കൊള്ളാം? സഹാബത്തിന്റെ ഫഹ്മ് അനുസരിച്ചിട്ട് അമലിലേക്ക് വരണം. ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സത്യസന്ധതയ്ക്കെങ്കിലും വേണ്ടിയിട്ട് ഖുർആനും സുന്നത്തും മാത്രം പറഞ്ഞു പോകുകയാണെങ്കിൽ സഹാബത്തിന്റെ ഫഹ്മില്ല എന്ന് പറയുകയാണെങ്കിൽ അതിവിടെയുള്ള എല്ലാ ഇസ്ലാഹികളുടെയും നിലപാടാണ്. ഖുർആനും സുന്നത്ത് എന്ന് പറയാം, എന്നിട്ട് ഖുർആനും സുന്നത്തും അവരവർക്ക് തോന്നിയ രൂപത്തിൽ അങ്ങനെ പോകുക എന്നുള്ള നിലപാടിലേക്ക് പോകലാണ് നല്ലത്. ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നതിന്റെ പശ്ചാത്തലം തന്നെ അതാണ്. ഖുർആനും സുന്നത്തും എന്നതിന്റെ പുറമെ ഇതാണ് സലഫിയ്യത്ത്, ഞങ്ങൾ സഹാബത്തിന്റെ ഫഹ്മിൽ തന്നെയാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇല്ല, ഫഹ്മു സഹാബത്തിലേക്ക് എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ, എത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നത് തിരിച്ചു വരണം എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ലാതെ വാശി പിടിപ്പിക്കാനോ ചൊടിപ്പിക്കാനല്ല. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അള്ളാഹനെ അറിയാന്നുള്ള പുസ്തകം ഞാൻ കോഴിക്കോട് എന്ത് ചെയ്തിരുന്നു, ഉദ്ധരിച്ചിരുന്നു. ആ പുസ്തകത്തില് പ്രപഞ്ചത്തിന്റെ ആദികാരണം എന്ന് അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടുന്ന് നല്ല നേരത്തെ തന്നെ ആ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവിനോട് പോലും ഞാൻ നേരിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, കാരണങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കാരണം പറയുന്നത് സ്രഷ്ടാവല്ല, അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് മുസബ്ബിബുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങളെ ഉണ്ടാക്കുന്നവൻ എന്നാണ്. അപ്പൊ അള്ളാഹു ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന ജാഇലുൽ അസ്ബാബ് ഖാലിഖുൽ അസ്ബാബ്, അല്ലാതെ അള്ളാഹു കാരണമല്ല. കാരണം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, കാരണങ്ങൾ സൃഷ്ടിക്കുന്ന സ്രഷ്ടാവാണ് അള്ളാഹു.
അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ആ പുസ്തകം നടക്കാൻ പോകുന്ന ഏതൊരു സമ്മേളനത്തിനോടനുബന്ധിച്ച് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ കാരണം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊരു നല്ല ലക്ഷണമായിട്ട്, അത് എന്റെ വാക്കുകൊണ്ടുണ്ടായി നല്ലട്ടോ, ഞാൻ അത് അവകാശപ്പെടുന്നേ ഇല്ല. കാരണം എനിക്ക് പേടിയാണ് അങ്ങനെ എന്റെ വാക്കിൽ നിന്ന് അവർ തെറ്റിദ്ധരിച്ചാൽ അതെന്നെ തിരിച്ചു പറയും. സത്യം ആളുകളുടെ ഒരു ഈഗോന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം സത്യമാകണമെങ്കിൽ ആദ്യം എന്റെ നാവ് കൂടി തന്നെ വേണം. വേറൊരാൾ പറഞ്ഞതിന് ആ കേട്ടു എന്ന് പറയാൻ ആരുടെ ഈഗോ സമ്മതിക്കാത്തൊരു കാലമാണ്. അതാണ് ഓരോരുത്തരും ഓരോരുത്തരും അവനവന്റെ ഈഗോ വലിയ പ്രശ്നമായി വരുന്നൊരു കാലം വരുമെന്ന് താക്കീത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് എന്റെ വാക്കുകൊണ്ടല്ല, നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് തന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി തിരുത്തിയതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നും ബാക്കി ഇതേ വാചകങ്ങൾ വേറെയും ശതക്കണക്കിന് പത്തുകണക്കിന് പുസ്തകങ്ങളിൽ, നൂറുകണക്കിനല്ല 10 കണക്കിന് പുസ്തകങ്ങളിൽ വേറെയുണ്ട്. അവിടെയും കൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് തിരുത്തണം. അത് തിരുത്തിയാൽ നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ നല്ല പ്രതിഫലമുള്ള കാര്യമാണ്. അത് നമ്മുടെ അഖീദ ശരിയാക്കാനുള്ള ഒരു മാർഗമാണ്. അതിന് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ തിരുത്തി വരട്ടെ. അപ്പൊ ആളുകളൊന്നും അറിയാത്ത വിധത്തിൽ വല്ല വാചകം മാറ്റലല്ലോ നമ്മളെ ഉദ്ദേശം. നമുക്കൊരു തെറ്റ് പറ്റിയത് തെറ്റ് തന്നെയാണ്. ജനങ്ങളെ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം. ജനങ്ങളുടെ മനസ്സിലാണ് ഉറച്ചു പോയിട്ടുള്ള ധാരണ അതന്നെ. അതിൽ പറയേണ്ട വാതിൽ ഇത് തന്നെയാണ്. എന്തൊക്കെ നമുക്ക് പറയാൻ മടിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹ് സബബല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സബബിനെ സൃഷ്ടിക്കുന്നവനാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്, ഖാലിഖുൽ അസ്ബാബാണ്, ജാഇലുൽ അസ്ബാബാണ്. ജാഇൽ, ഖാലിഖ്, മുസബ്ബിബ്. അല്ലാതെ അള്ളാഹുവിന്റെ സബബ് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ മുൻ പ്രസംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ മുൻ രചനകളിലൂടെയോ തെറ്റായ ഒരു സങ്കല്പം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യമുള്ളതിനാൽ ഞങ്ങൾ മാറുന്നു, നിങ്ങൾ മാറണം, തിരുത്തണം എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും ഒരു നല്ല ലക്ഷണമായി കാണുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് അൽഹംദുലില്ലാഹ് വരട്ടെ. നമ്മൾ പറഞ്ഞാലും ശരി, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി. നമ്മൾ പറയാതാകുകയാണെങ്കിൽ, പറഞ്ഞുകൊണ്ടായാൽ പറഞ്ഞതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. പറയാതെ തന്നെ അവരെത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും. ഏതാണ് ഹൈറിയാച്ച ഹൈറുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇങ്ങനെ സഹാബത്തിന്റെ ഫഹ്മിൽ നമ്മൾ എത്തിയിട്ടില്ല, എത്തേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ ഇസ്ലാഹിയ്യത്ത് എന്ന് പറയുന്ന ഈ മൂവ്മെന്റ് അവരായത്തും ഹദീസുകളും അവരുടെ യുക്തിക്കനുസരിച്ചും സയൻസിനനുസരിച്ചും വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ട്. ആ രീതി ഉണ്ടല്ലോ, അതിലേക്ക് പോകാതെ സഹാബത്തിന്റെ ഫഹ്മിലേക്ക് പോകണം. അത് മൂന്നാമത് പറഞ്ഞത് വ്യക്തത വേണം എന്നുള്ളതാണ്. വ്യക്തത ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താണ്? വ്യക്തത. അൽ വുളൂഅ് ഫീ മസായിലിൽ ഇസ്ലാമി വ ഫീ മനാഹിജിഹി. രണ്ട്, ഇസ്ലാമിന്റെ മനാഹിജുകളിലും മസായിലുകളിലും വ്യക്തതയില്ല. ഇതൊരു ആരോപണം നിലനിൽക്കാനാണ് പറയാണ് എന്ന് നിങ്ങൾ പറയും. കാടടക്കിയിട്ട് വെടിയൊക്കെ അല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടനയെ നയിക്കുന്ന നേതാക്കന്മാരും അതിന്റെ ആദർശം പ്രചരിപ്പിക്കാൻ നടക്കുന്ന പ്രാസംഗികന്മാരുമായുള്ള എന്റെ നിരന്തരമായ സമ്പർക്കത്തിലൂടെയും ബന്ധത്തിലൂടെയും അവരുമായി ഞാൻ ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈ സംഘടനയെ നയിക്കുന്ന അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരാള്, എടാ കുട്ടി, എന്താണ് വലിയ കാര്യമായിട്ട് മൻഹജ് നീ അറബിയാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ, എന്താണ് ഈ മൻഹജ് ചോദിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. എന്താണ് ഇസ്ലാമിന്റെ മൻഹജ് എന്ന് പറഞ്ഞാൽ, ആ മൻഹജിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പണ്ഡിതനെന്നും അതുപോലെ നേതാവ് എന്നും പറയാവുന്ന ഒരാൾ ആ വിധത്തിലാണ് പറയുന്നത് എങ്കിൽ എന്തായിരിക്കും അതിന്റെ ധാരണ? വ്യക്തതയില്ലായ്മന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. അതുപോലെ മറ്റൊരു സമയത്ത് പറയാം, ഈ പറഞ്ഞ സംഗതികളൊന്നും ഞങ്ങളൊക്കെ ഈ അശ്ശരിയത്തനുസരിച്ച് പഠിച്ചു വളർന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. അശ്ശരിയത്തനുസരിച്ചാണ് ഞങ്ങൾ വളർന്നത്. അപ്പോ ഈമാന്റെ മുസമ്മ മുതൽ ഞാൻ പറഞ്ഞല്ലോ, പാഠപുസ്തകം എടുത്തു നോക്കി, മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ അത് ഹാഹു എന്നുള്ളൊരു പൊഹേൻ, വ്യക്തത അതിനില്ല. ഈമാന്റെ മുസമ്മയെ സംബന്ധിച്ചിടത്തോളം 8 കക്ഷികളായി മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു പോയിട്ടുണ്ട്. 8 പക്ഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് 7 തെറ്റും അഹ്ലുസുന്നത്തിന്റെ 1 മാത്രം ശരി എന്നുള്ളത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഏതാണ് അഹ്ലുസുന്നത്തിന്റെ ശരിയായിട്ടുള്ള ദീനിന്റെ ശരിയായ മൗഖിഫ് എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വ അമലുൻ. അതിൽ ഖൗലുണ്ട്, അമലുണ്ട്. അമൽ എന്ന് പറഞ്ഞാൽ അതിൽ 2 അഅ്മാലുൻ ഖൽബിയ്യത്തുൻ വ അഅ്മാലുൻ ബിൽ ജവാരിഹ്.
ഹൃദയം കൊണ്ടുള്ള അമലുകൾ, മനോവ്യാപാരങ്ങൾ എന്ന് പറയുന്നതുമുണ്ട്, എന്നാൽ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതുണ്ട്. അപ്പൊ മൊത്തം എത്രയായി? 3 അഥവാ തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ ഈമാനാണ്. ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കൽ ഈമാനാണ്. വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ, ഒരു മനുഷ്യൻ അവന്റെ ശാരീരിക അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യുന്നത് അതും ഈമാനാണ്. ഈ 3 കാര്യങ്ങളും ഈമാനാണ്. വരുന്നു ഹദീസ് അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബഹ. ആ ഹദീസ് പ്രസിദ്ധാണ്. അതിൽ ആ കാര്യം ഉണ്ടല്ലോ, വ്യക്തത വരാത്ത ആളുകൾക്ക് തെളിവിന് വേണ്ടി. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖകളുള്ള ഒരു കാര്യമാണ്. അതിലേറ്റവും അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ഉന്നതം. അതിലേറ്റവും താഴെയുള്ളതാണെങ്കിലോ അദ്നാഹ ഇമാതത്തുൽ അദ അനി ത്വരീഖ്. അപ്പൊ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്ക് അതെന്തായി? ഈമാനായി. ഇമാതത്തുൽ അദ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കം ചെയ്യുക എന്നുള്ളത് അത് അമലും ബിൽ ജവാരിഹ്, അമലും ബിൽ അർക്കാൻ, ശാരീരിക അവയവങ്ങൾ കൊണ്ടുള്ള അമലാണ്. അതും എന്തായി? ഈമാനായി. അപ്പൊ അമലിനും ഖൗലിനും തെളിവ് കിട്ടി. ഇനി എന്താ വേണ്ടത്? മനസ്സുകൊണ്ടുള്ള അമലുണ്ട്. അതിനാണ് പറയുന്നത് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ്. അപ്പൊ ഹയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ടുള്ള കാര്യമല്ല, കയ്യോണ്ടോ കാലുകൊണ്ടോ ചെയ്യുന്ന ഒരു എക്സസൈസ് അല്ല, മറിച്ച് അതെന്താണ്? അത് മിനൽ അഅ്മാലിൽ ഖൽബിയ്യ, ഖൽബിയായ അമലിൽപ്പെട്ടതാണ്. 3 ഉള്ളതാണ്. ഇതിന് വേറെ ഇഷ്ടം പോലെ തെളിവുള്ള കാര്യമാണ്. ഇത് മദ്രസ പാഠ പുസ്തകത്തിൽ ഭൂതക്കണ്ണാടി വെച്ചിട്ട് മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കി കിട്ടൂല. ചിലപ്പോൾ ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തസ്ദീഖ് കിട്ടും, ചിലപ്പോ കൗലും കൂടി കിട്ടും. അമൽ അതിൽ പെടുകയെ ചെയ്യൂല. അമൽ അതിൽ പെടാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇർജായിലേക്കാണ്. ഇർജായിലേക്ക് ദീനിയായ കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇർജായിലേക്ക് എത്തിയാൽ എന്താ അബദ്ധം വരിക? ഇർജായിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കൂടില്ല. പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സ്വർഗത്തിന്റെ നരകത്തിന് വലിയ പ്രശ്നമാണ്. ദുന്യാവിൽ പ്രശ്നമൊന്നുമില്ല. വ്യാപാര ഭവൻ വാടക കിട്ടാത്ത പ്രശ്നമോ അല്ലെങ്കിൽ ഇവിടെ പള്ളി കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാത്ത പ്രശ്നം, അതൊന്നും ഉണ്ടാവില്ല. പ്രശ്നം അള്ളാന്റെ അടുക്കലുള്ള വലിയ പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായോ? ഇർജാ കണ്ടെത്തിയാൽ